ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ സാഗർ നാട്ടിലേക്ക് വരിക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചേച്ചിയമ്മ എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ അടുത്തേക്ക് തന്നെ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ആൻറ്റിയമ്മയ്ക്ക്. ശേഷം മോനെ സാഗറെ സുജു, മോനെ നീ എന്താ ഇത്ര ക്ഷീണിച്ചു പോയല്ലോ എന്ന് പറയാം കേട്ടോ. അത് ചേച്ചിയമ്മയ്ക്ക് സ്നേഹം കൊണ്ട് തോന്നുന്നതാണ്, അല്ലാതെ വേറൊന്നുമല്ല. എന്തായാലും ചേച്ചിയമ്മ പറഞ്ഞതുപോലെ ക്ഷീണിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ ഹേമയും മാനസയും അങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ. അപ്പോഴത്തേനും മോളെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേനും ഹേമയാണെങ്കിലോ ആ കാര്യം തുറന്നു പറയാനായിട്ട് നടക്കുന്നു കേട്ടോ. സാഗർ, എനിക്ക് കുറച്ച് സംസാരിക്കണം സാഗറിനോടെന്ന് പറയുന്നു. സാഗർ ഇപ്പോൾ ദൂരയാത്ര കഴിഞ്ഞ് വന്നതല്ലേ, കുളിച്ച് ഫ്രഷായിട്ട് സംസാരിക്കാം ഹേമയെന്ന് പറയുന്നു. അത് പറ്റില്ല, എനിക്കിപ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. എന്താ നിങ്ങൾ ഇപ്പോൾ നേരത്തെ തന്നെ ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നു. അങ്ങനെ ചോദിക്കും മോളെ, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും കമ്പനിയിലൊരു പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. അതൊന്നും എനിക്കും അറിയില്ല മോളെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ഹേമ പറയുന്നുണ്ട്, സാഗർ എനിക്ക് സംസാരിക്കണം. എന്തായാലും സാഗർ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുന്നു. എന്താണ് ഹേമയ്ക്ക് പറയാനുള്ളതെന്ന് തുറന്ന് പറഞ്ഞു എന്ന് പറയുന്നു. ആൻറ്റിയമ്മയെ തടുക്കുക കേട്ടോ ചെയ്യുന്നത് സാഗർ. അതിനുശേഷം തന്നെ എന്താ സാഗർ ഈ നടക്കുന്നത്, മാനസയെ കൃഷ്ണന് ഒരിക്കലും തന്നെ ഇഷ്ടമല്ല. അവന് എന്താ പറയുക, കൺമണി എന്ന പെൺകുട്ടിയോടാണ് ഇഷ്ടമെന്ന് പറയുന്നു. കൺമണിയോടോ എന്താ ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ ഇനി മേലാൽ സാഗറിന് ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനി എപ്പോഴാണ് എന്ത് മനസ്സിലാക്കാൻ പോവുക. എന്തായാലും കൺമണിയുടെ കൂടെയാണ് ഇപ്പോൾ കൃഷി ഇവിടെ താമസിക്കാറില്ല. കൺമണി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ദേവ് സാറിൻ്റെ വീട്ടിലാണ്, അവിടെ തന്നെയാണ് ഇപ്പോൾ കൃഷ്ണൻ താമസിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനസ്സ പറയുന്നുണ്ട്, ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല സർ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്നോട് താല്പര്യമില്ല, കൺമണി മതി. എങ്കിലും അവർ തന്നെ ആയിക്കോട്ടെ. തമിഴ്നാട്ടിലൊക്കെ പറയുന്ന പോലെ ചിന്ന വീട് ഇതാണ്, അതാണ് മെയിൻ എന്നൊക്കെ ഹേമ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സാഗറിന് ദേഷ്യത്തോടെ നിൽക്കാട്ടോ. പിന്നീട് കാണിക്കുന്നത് ദേവ് സാറിൻ്റെ വീട്ടിലാണ്. അവിടെയാണെങ്കിലോ കൃഷി കിടന്നുറങ്ങാം കേട്ടോ. അപ്പോൾ കൺമണി വന്ന് കൃഷ്ണനെ വിളിക്കുന്നുണ്ട്. പക്ഷേ കൺമണിയും ചേർത്ത് പിടിച്ച് വീണ്ടും കിടക്കുകയാണ്. ആ സമയത്ത് തന്നെ സാഗർ നമ്മുടെ ദേവ്ജി വിളിക്കുന്നുണ്ട്. ദേവ്ജി ചോദിക്കുന്നുണ്ട്, സാഗർ എപ്പോൾ എത്തിയെന്ന് പറയുമ്പോൾ ഞാൻ എത്തിയതൊക്കെ അവിടെ നിൽക്കട്ടെ, അവിടെ കൺമണി ഉണ്ടല്ലോ, കൊടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ട, കൃഷി ഉണ്ടോ ഇല്ലേ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഉണ്ടെന്ന് പറയുമ്പോഴത്തേനും സാഗറിന് ദേഷ്യം വന്ന് ഫോൺ കട്ടാക്കുന്നു. അതിനുശേഷം തന്നെ ദേവ്ജി കൃഷിയെന്ന് വിളിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കൃഷി ഓടി വരുന്നുണ്ട്. നീ വേഗം വീട്ടിലേക്ക് ചെല്ലി, സാഗർ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആ വിളിയിൽ വലിയ പന്തികേടാണ്, അതുകൊണ്ട് തന്നെ നീ ചെല്ല് വേഗം എന്ന് പറയാണ്. എന്തെങ്കിലും കാര്യമുണ്ടോ എന്താണെന്നറിയില്ല, എന്തായാലും സൗമ്യമായി സംസാരിക്കണം, എല്ലാം വിചാരിച്ചതുപോലെ തന്നെ നടക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും കൺമണിക്ക് ടെൻഷനാവുണ്ട്. സാർ എന്ന് വിളിക്കുന്നുണ്ട്. എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ ഒരുമിച്ച് തന്നെ കൺമണി ജീവിക്കാനായിട്ട് പോകുന്നതെന്ന് പറയുന്നു കേട്ടോ. പിന്നെ ആ ക്രിമിനൽ ലോയറിനെയും അതുപോലെ ബലരാമനെയാണ് കാണിക്കുന്നത്. നിനക്ക് 2 ദിവസത്തിനുള്ളിൽ ജാമ്യം അനുവദിച്ച് കിട്ടും. സാഗർ നാട്ടിലെത്തിയിട്ടുണ്ട്, അവനെ വകവരുത്താനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. എത്രയും പെട്ടെന്നാവട്ടെ, എൻ്റെ അമ്മയ്ക്കും അച്ഛനെയും കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കണമെന്ന് പറയുന്നു കേട്ടോ. പിന്നീട് ആ ലോയറിനോട് സഹദേവൻ ചോദിക്കുന്നുണ്ട്, എന്തായാലും ജാമ്യം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സാർ വാങ്ങിച്ചു കൊടുത്തല്ലോ ജാമ്യം എന്ന് പറഞ്ഞു എന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ ആര് വാങ്ങിച്ചു കൊടുത്തു എന്നാ സഹദേവ നീ പറയുന്നത്? ഇത് നമ്മുടെ സാഗർ തന്നെയാണ് അവന് ജാമ്യം കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് അവനറിയില്ല. അവൻ്റെ മകൾ പറഞ്ഞിട്ടാണ് അവനിപ്പോൾ വന്നിരിക്കുന്ന സാഗർ. അതുകൊണ്ട് തന്നെയാണ് ബലരാമന് ജാമ്യം കിട്ടിയത്. പക്ഷെ ഇതെല്ലാം തിരിച്ചറിയുന്നതിന് മുന്നേ തന്നെ സാഗറിനെ അവസാനിപ്പിക്കണം. അതാണ് സുമിത്ര മേഡം എന്നോട് പറഞ്ഞിട്ടുള്ള വാക്ക്, അതെനിക്ക് പാലിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സാഗറിനെയും സുജുവിനെയും വീട്ടുകാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ കൃഷി വരുന്നുണ്ട്. അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കണം, ബലരാമനെ ജാമ്യത്തിൽ ഇളക്കാനാണോ അച്ഛൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? നീ നീ കൺമണിയുടെ കൂടെ ദേവ് സാറിൻ്റെ വീട്ടിലായിരുന്നു അല്ലയോ? പക്ഷേ പിന്നെയും കൃഷാണെങ്കിൽ തിരിച്ച് വീണ്ടും ചോദിക്കുകയാണ്, ജാമ്യം എടുക്കാനാണ് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയും, ഞാൻ ചോദിച്ചതിന് മറുപടി പറയടാ എന്ന് പറയുന്നുണ്ട്. അതെ, ഞാൻ അവിടെ തന്നെ ആയിരുന്നു. നിനക്കെന്താ കൺമണിയുമായിട്ടുള്ള ഒരു ഇഷ്ടം ചോദിക്കുന്നുണ്ട്. നിന്നെ കല്യാണം കഴിപ്പിക്കാൻ ഉറപ്പിച്ച പെൺകുട്ടി ഇവിടെ ഉണ്ട്, നിങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ്, വിവാഹത്തിൻ്റെ ഡേറ്റ് ഉറപ്പിച്ച കുട്ടിയാണ്, എന്ത് പണിയാണ് നീ കാണിച്ചതെന്ന് ചോദിക്കുകയാണ്. എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു, അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആരുടെ അഭിപ്രായത്തിൻ്റെ പുറകിലല്ല, എനിക്ക് എൻ്റേതായിട്ടുള്ള ഇഷ്ടത്തിൻ്റെ പുറകെയാണ് ഞാൻ ജീവിക്കുന്നത്. അച്ഛന് ഇനി ഇതിനെ എതിർക്കാൻ നിൽക്കരുത്. നീ എന്ത് പറഞ്ഞിടാ, അവൾ ഈ കമ്പനിയിലെ ഒരു സ്റ്റാഫ് മാത്രമാണ്,
നീ മാനസയാണ് എൻ്റെ മങ്ങളും മരുമകളും നിൻ്റെ ഭാര്യയായിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. നാളെ അവളാണ് ഈ മരുമകളായിട്ട് ഈ വീട്ടിലേക്ക് കയറി വരേണ്ടത്, അല്ലാതെ കൺമണിയല്ല. അവൾക്ക് വേണ്ടി എന്തിനാടാ നീ ലോൺ എടുത്ത് അടച്ചു കൊടുത്തത്? പൈസ അടച്ചു കൊടുക്കാനായിട്ട് നിന്നത്. അവൾ നിൻ്റെ ആരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സാഗറും കൃഷും പൊരിഞ്ഞ് അടി നടക്കുക കേട്ടോ. അങ്ങനെ കൃഷിനെ അടിക്കുന്നുണ്ട് ഒരുപാട് വട്ടം. അച്ഛൻ എന്നെ തല്ലാൻ നിൽക്കേണ്ട, എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഞാൻ ചെയ്യണ്ടേ? സാഗറിൻ്റെ മകനായിട്ട് എത്രയും കാലം ജീവിച്ചത് ഇനി നടക്കില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള വ്യക്തിപരമായ കാര്യങ്ങളുണ്ട്. അച്ഛൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഉണ്ടെങ്കിലും അച്ഛൻ്റെ വാശിയും എന്നോടൊപ്പം തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിന് ഞാൻ ഇവിടെ സമ്മതിക്കില്ല, ഇറങ്ങിപ്പോടാ അവിടെ നിന്ന്, ഞാൻ ഇവിടെ നിന്ന് പോവുക തന്നെ ചെയ്യും. അങ്ങനെ സാഗറിൻ്റെ കൈ കയറി പിടിക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനി മേലാൽ എനിക്കിവിടെ ഒന്നും വേണ്ട, ഈ സ്വത്തും സമ്പാദ്യം ഒന്നും വേണ്ട, ഞാൻ പോവുകയാണ്, എനിക്കിഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ തന്നെ ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് സാഗറിനോട് ദേഷ്യത്തോടു കൂടി കൃഷി ഇറങ്ങിപ്പോന്നു. ഇതാണ് സുജുവും ആൻറ്റിയമ്മയ്ക്ക് വിഷമിച്ച് ഓടി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും സുജി നിന്നിട്ട് നമ്മുടെ ദേവ്ജിയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദേവ് സാർ, എന്തൊക്കെയാണ് സംഭവിച്ചത്? ഞങ്ങൾ പോയപ്പോൾ എന്തൊക്കെ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അത് നിങ്ങൾ മനസ്സിലാക്കണം. കൺമണിക്ക് വേണ്ടിയിട്ട് കൃഷി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അച്ഛനും മകനും ഒരുപാട് സ്നേഹത്തോടു കൂടി അവിടെ ജീവിച്ചത്. ഇപ്പം എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെയാണ്. ഞാൻ അവരുടെ ഒരു സൗഹൃദം കണ്ട് ഞാൻ തന്നെ കൊതിച്ചു പോയിട്ടുള്ള ഒരാളാണ് ഒരു അമ്മ എന്ന നിലയ്ക്ക്. ഇനി ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ്. അതുപോലെ തന്നെ ദേവ് സാറിനെ പോലെ ലോകപരിചയം വളരെ കമ്മിയാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ദേവ് സാറ് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ എടുത്ത തീരുമാനമാണ് ശരി സുജു. കാരണം അതൊക്കെ നിങ്ങൾക്ക് പതിയെ മനസ്സിലാക്കും. അത് മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥ നിങ്ങളിൽ ഇപ്പം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും എൻ്റെ മകനെ എനിക്ക് നഷ്ടപ്പെട്ട പോലെയാണ് സാർ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അതിനുശേഷം ദേവ്ജി ആണെങ്കിൽ കൺമണിയെ വിളിക്കുന്നുണ്ട്. കൺമണി ഇങ്ങോട്ട് വായോ എന്ന് പറയുന്നു. എന്താ സാർ? കൃഷ്, നീ ഒരു കാര്യം ചെയ്യും, നീ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കാൻ പോവാണ്, ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തോ എന്ന് പറയുന്നു. സാർ, ഞാൻ എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടത്? നീ മാത്രമല്ല കൺമണി, കൃഷും ഉണ്ടാവും. എന്തായാലും നിങ്ങൾ രണ്ടുപേരാണ് മാറി താമസിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന കൺമണി ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. നല്ലൊരു പ്രൊമോ ആയിട്ട്